അമ്മായിയമ്മയും മരുമോളും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. മരുമോളാണ് പ്രശ്നക്കാരി എന്നും പറഞ്ഞുകൊണ്ടാണ് അമ്മായിയമ്മ പറയുന്നത്. അമ്മായിയമ്മയാണ് പ്രശ്നമെന്ന് മരുമോളും പറയുന്നു. അപ്പൊ കുടുംബത്തിൽ എല്ലാവരും ഉണ്ട്. അതിൻ്റെ അകത്ത് ഇവർ രണ്ടുപേരുമാണ് പ്രധാനപ്പെട്ട പ്രതികളെന്നാണ് ബാക്കി എല്ലാവരും പറയുന്നത്. അപ്പൊ ഞാൻ മരുമകളെ മാറ്റി നിർത്തിയിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം, തീരുവോ? എൻ്റെ അച്ഛൻ എന്നാ പറയാനാ, ഞാൻ കല്യാണം കഴിച്ച് ഈ വീട്ടിലോട്ട് വന്നിട്ട് 13 വർഷം കഴിഞ്ഞു. 2 കുട്ടികളുണ്ട്. ഇപ്പോഴും ദാ ഈ അമ്മയുണ്ടല്ലോ, ഈ അമ്മയാണ് വീട് ഭരിക്കുന്നത്. അച്ഛാ, ഞങ്ങളുടെ വീട്ടിലെ അടുക്കള അതിൻ്റെ അലമാരി പൂട്ടി താക്കോല് അരയിൽ വെച്ചോണ്ടാണ് അമ്മ നടക്കണത്. അച്ഛാ, ആ താക്കോൽ ഇങ്ങോട്ട് തരാൻ പറ. പ്രായമായില്ല അച്ഛാ, അവിടെ ഇവിടെ എങ്ങാനും കിടന്നാ പോരെ, ഇപ്പോഴീ താക്കോലും പിടിച്ച് നടക്കേണ്ട ആവശ്യമുണ്ടോ? അമ്മായിയമ്മേനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അമ്മേ എന്താ പ്രശ്നം? എന്നാ പറയാനാച്ചാ, അവളെ ഈ വീട്ടിലോട്ട് വന്നതിന് ശേഷം ഒരു സമാധാനം ഇല്ല. കഴിഞ്ഞ 12 വർഷമായി അവള് കാരണം എനിക്കൊരു സമാധാനം ഇല്ല. ഞാൻ പറഞ്ഞു, അമ്മേ ആ അരയിലിരിക്കുന്ന താക്കോല് അത് അവൾക്ക് കൊടുക്കാൻ പാടില്ലേ? അവളല്ലേ വീട് നടത്തേണ്ടത്. അത് ശരി, അതാണ് അവളുടെ ലക്ഷ്യമല്ലേ? അത് കൊടുക്കാതെ തന്നെ അവളുടെ നടപ്പ് എന്തൊരു നെകളിപ്പാണെന്ന് അച്ഛനറിയാവോ? അമ്മ ഉപയോഗിച്ച വാക്കാണ്. അത് കൊടുക്കാതെ തന്നെ അവളുടെ നടപ്പ് എന്തൊരു നെകളിപ്പാണ്. ഇനി താക്കോലും കൂടെ കൊടുത്താൽ ഞാൻ പിന്നെ പുറത്താവും. അതുകൊണ്ട് താക്കോല് ഞാൻ കൊടുക്കുകയല്ല. താക്കോൽ എന്തിനാ? പൂട്ടാനും തുറക്കാനും ഉള്ളതാണ് താക്കോൽ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പല വീടുകളിലും താക്കോല് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതാവസ്ഥ എന്തു ആയിക്കൊള്ളട്ടെ, ഒരു കാര്യം വിശ്വസിച്ചോണം, നിന്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ ഇരിക്കുന്നത് ആരുടെ കയ്യിലാ? യേശുവിന്റെ കയ്യിലാണ് നിന്റെ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, അനുഗ്രഹത്തിന്റെ താക്കോൽ ഇരിക്കുന്നത്. മരുമകളുടെ സന്തോഷത്തിന്റെ താക്കോൽ ഇരിക്കുന്നത് അമ്മായിയമ്മയുടെ കയ്യിലാണോ? 24 മണിക്കൂറും മരുമകൾ ചിന്തിക്കുന്നത് ഈ അമ്മായിയമ്മേനെ എങ്ങനെ പൂട്ടാം, അമ്മായിയമ്മേനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത്. ഞാൻ ആ മരുമകളോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട മോളെ, 12 വർഷമായില്ലേ 24 മണിക്കൂറും ഈ അമ്മായിയമ്മ അല്ലെങ്കിൽ അമ്മേനെ കുറിച്ചല്ലേ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ അനുഗ്രഹത്തിന്റെ താക്കോൽ, നിന്റെ സമാധാനത്തിന്റെ, സ്വസ്ഥതയുടെ താക്കോൽ ഇരിക്കുന്നത് അമ്മായിയമ്മയുടെ കയ്യിലല്ല, മറിച്ച് ആരുടെ കയ്യിലാ? ഈശോയുടെ കയ്യിലാണ്. ഹല്ലേലൂയാ. അമ്മായിയമ്മയോട് പറഞ്ഞു, അമ്മേ 24 മണിക്കൂറും കയറി വന്ന ഇവളെ കുറിച്ച് പറഞ്ഞും ചിന്തിച്ചും സമയം കളയല്ലേ. എന്ത് കാര്യം? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനേ സമയമുള്ളൂ. അമ്മയുടെ സമാധാനവും സ്വസ്ഥതയും ഒക്കെ ഇരിക്കുന്നത് ആരുടെ കയ്യിലാണ്? ഈശോയുടെ കയ്യിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ബോധ്യമാണ്. ഇല്ലെങ്കിൽ എന്തു പറ്റുമെന്നറിയോ? 24 മണിക്കൂറും നമ്മുടെ എനർജി മുഴുവൻ, നമ്മുടെ ശക്തി മുഴുവൻ, നമ്മുടെ സമ്പത്ത് മുഴുവൻ അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി കളയും.